ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടിളപ്പാളി കേസിന് പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പ്രതി. തട്ടിപ്പിൽ പത്മകുമാറിന് പങ്കെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കട്ടിളപ്പാളി കേസിന് പിന്നാലെ ദ്വാരപാലക ശില്പ കേസിലും മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പ്രതിയാണ്. പത്മകുമാറിനെ പ്രതി ചേർത്തുകൊണ്ട് മാത്രമല്ല 14 ദിവസത്തേക്ക് പത്മകുമാറിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിനെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ കേസിലെ 4ാം പ്രതിയാണ്. ജയശ്രീയുടെയും അതുപോലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ കേസിൽ 6ാം പ്രതിയാണ്. അങ്ങനെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നീക്കിവെക്കുന്ന സാഹചര്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിന് വിധി വരുന്നതുവരെ ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാകരുതെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ജയശ്രീയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. രണ്ടുപേരുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ടുപേരെയും, അതായത് കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ, അതുപോലെ കേസിൽ 6ാം പ്രതിയാണ് എസ് ശ്രീകുമാർ, ഈ രണ്ടുപേരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ടെന്നാണ് SITയുടെ നിരീക്ഷണം. എന്തായാലും അന്വേഷണ സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഈ രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്ത് വിധേയരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 76,000-ലേറെ പേർ എത്തി. രാവിലെ 9 വരെ 27,000-ഓളം തീർത്ഥാടകരാണ് മല കയറിയത്. തൃക്കാർത്തിക പ്രമാണിച്ച് വൈകിട്ട് സന്നിധാനം ദീപാലങ്കൃതമാണ്. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹത്തിൽ നേരിയ ഇടിവാണ് ഇന്നലെ സംഭവിച്ചത്. 76,000-ൽ പരം പേർ, 80,000-നും ഇടയ്ക്കുള്ള ആളുകളാണ് ഇന്നലെ എത്തിയത്. ഇന്ന് പക്ഷേ രാവിലെയും തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ 4,000-ഓളം പേരാണ് ഓരോ മണിക്കൂറിലും കയറിയെത്തുന്നത്, മല കയറിയെത്തുന്നതെന്നാണ് പറയാൻ സാധിക്കുക. ഏതായാലും സൗകര്യപൂർവമായ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥ സന്നിധാനത്ത് ഇപ്പോഴുണ്ട്. 15 ലക്ഷം തീർത്ഥാടകർ കവിഞ്ഞു. തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു എന്നുള്ളതാണ് പുതിയ വാർത്ത. അതുപോലെ 100 കോടിക്കപ്പുറമാണ് വരുമാനം. ഈ തരത്തിൽ തീർത്ഥാടനം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് പ്രത്യേക ദിവസമാണ്. ഇന്ന് വൈകിട്ട് തൃക്കാർത്തിക ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് ദീപാലങ്കൃതമായിരിക്കും സന്നിധാനം. മനോഹരമായ ആ കാഴ്ച കാണാൻ തീർത്ഥാടകർ കൂടുതൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തീർത്ഥാടകരുടെ എണ്ണം ഉച്ചയ്ക്ക് ശേഷം വർദ്ധിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തീർത്ഥാടകർ ചോദിച്ചു നോക്കാം. तमिल नहीं है सर, हिंदी नहीं आता, तेलुगु ओनली। कैसे? अच्छा है, विजयवाड़ा से आया। ചെന്നൈ സമയം చాలా బాగా చేస్తున్నారు. సూపర్ గా ఉన్న సౌకర్యాలు സുഖമായി എത്താൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് തീർത്ഥാടകർ ഇപ്പോഴും പറയുന്നത്. நல்லா தரிசனம் சாமி, நல்லா பார்க்கலாம். 18 படி ஏறலாம். நல்லா சுத்தி நல்லா கிளீனா சாமி, இன்னும் பிரச்சனை இல்லை. எங்க இருந்து வந்துட்டு நாங்க ஆந்திரா, தமிழ்நாடு, தமிழ்நாடு பார்டர் சாமி நாங்க. ஆமா சாமி, நல்லா நல்லா ஜாலி ஃப்ரீயா தான் சாமி. என்ன கூட்டம்லாம் இல்ல. சூப்பர் தரிசனம் எல்லாம் நல்ல ஃபெசிலிட்டிஸ் இருக்கு. தண்ணி எல்லாம் பிஸ்கட் எல்லாம் கிடைச்சு நல்லா கிடைச்சு சாமி. என்ன பிரச்சனை எல்லாம் இல்ல. நல்லா பர்ஃபெக்ட், நல்லா பர்ஃபெக்ட் தரிசனம் பார்த்தோம். பெரிய வெளில நடந்தோம். காலை முந்தா நேற்று காலை 12 மணிக்கு நடந்தோம். இப்போ நல்ல தரிசனம் பார்த்தோம். நைட்டு பார்த்துட்டு இப்போ 2 டைம் மறுபடியும் சிவில் தரிசனம். டபுள் தரிசனம். இப்ப நாங்க நைட்டு படி ஏறி வந்தோங்க. இப்ப சிவில் தரிசனம் 2 வாட்டி நல்ல தரிசனம், ஃப்ரீ தரிசனம். സൂപ്പർ. നല്ല ദർശനം കിട്ടി. വൈകുന്നേരം വരെ തിരക്കായിരുന്നു. കുഴപ്പമില്ല. രാവിലെ തന്നെ 2ാമത്തെ ദർശനത്തിന് കാണിക്കാൻ നല്ല ദർശനം. ഇല്ല, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടില്ല. നല്ലപോലെ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ആസ്മയുടെ നന്നായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം നെബിലൈസർ ചെയ്യാൻ
സാഹചര്യം ഒരുക്കിയിട്ട് 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അത് വെളുപ്പിന് 2 മണി ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടൈമാണ്. താങ്ക് യു. സുഖകരമായ ദർശനം സാധ്യമായി എന്ന് തന്നെയാണ് തീർത്ഥാടകർ പറയുന്നത്. അതുപോലെ നാളെ ദേവസ്വം ബോർഡ് യോഗമുണ്ട്. തീർത്ഥാടകർക്കൊക്കെ എത്തുന്ന തീർത്ഥാടകർക്ക് അന്നദാന സദ്യ നൽകണം, അതായത് കേരളീയ സദ്യ എല്ലാവർക്കും നൽകണം എന്നുള്ളതായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനം നടപ്പാക്കാൻ സാധിച്ചില്ല. പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതേസമയം ഇപ്പോൾ പുലാവാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പുലാവാണ് വിളമ്പുന്നത്. പുലാവ് വിളമ്പുന്നത് തുടരുന്നുണ്ട്. അതേസമയം ഇലയിൽ സദ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇല എങ്ങനെ ഡിസ്പോസ് ചെയ്യും, എങ്ങനെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് കാരണമാണ് ഇല മാറ്റി പ്ലേറ്റിലാക്കാം എന്ന് തീരുമാനിച്ചത്. 7 വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ വിളമ്പാനുള്ള തീരുമാനം ഉണ്ട്. എന്നാൽ സദ്യ വിളമ്പുന്നത് എപ്പോഴെന്ന കാര്യത്തിൽ ഉള്ള തീരുമാനം നാളെയുള്ള ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനിക്കുക.